ഹായ് അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ നല്ല നാടൻ ചോറും കൂട്ടാനൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടു വെക്കുക. വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ നമ്മളെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഒരുപാട് കൂട്ടുകാർ നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഇനി തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് വേണം. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. പിന്നെ നിങ്ങൾ ചോദിക്കുന്ന പോലെ തന്നെ നല്ല നല്ല റെസിപ്പീസും കാര്യങ്ങളൊക്കെ ഞാൻ മാക്സിമം നമ്മളെ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് ഇന്ന് ചപ്പാത്തി മാവ് വെച്ചിട്ടാണ്. ചപ്പാത്തി മാവ് വെച്ചിട്ട് ചപ്പാത്തി അല്ല, എന്നാലും ഇങ്ങനെ കട്ടിയുള്ള ചപ്പാത്തി ഉണ്ടാക്കില്ല നമ്മളിവിടെ ആടാന്നൊക്കെയാണ് കേട്ടോ പറയൽ. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയണത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയൊന്നും ഞാൻ കാണിക്കണില്ല. അപ്പോൾ ഇത് ഓരോരുത്തർക്കും ഓരോന്ന് കഴിച്ചാൽ തന്നെ വയറ് അത്യാവശ്യം നല്ലോണം ഫില്ലാവും. അതിന് വേണ്ടിയിട്ട് വലിയ ബോൾസ് ആക്കിയിട്ടാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. പിന്നെ ഇത് 3 കപ്പ് ആട്ടപ്പൊടി വെച്ചിട്ടാണ് കേട്ടോ ഞാൻ അത് ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കൂലേ, അതേപോലെ തന്നെ ഉപ്പ് ചേർത്ത് കൊടുത്ത് സാധാ പച്ചവെള്ളം ചേർത്ത് കുഴച്ചെടുത്ത മാവാണ് കേട്ടോ. പിന്നെ അതങ്ങനെ വലിയ ബോൾസ് ആക്കി അവിടെ വെച്ചിട്ടുണ്ട്. എന്നിട്ടൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട്, ഒന്ന് സോഫ്റ്റ് ആവട്ടെ. പിന്നെ നമുക്ക് കറി ഉണ്ടാക്കുന്നതിന് കടലക്കറിയാണ്. അപ്പോൾ കടലയൊക്കെ തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടേന്. അപ്പോൾ ഞാൻ വേഗം കടല കഴുകിയിട്ട് കുക്കറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് കുറച്ച് വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കറിവേപ്പിൻ്റെ ഇല, ഇത് മാത്രമേ ചേർക്കണുള്ളൂ. ഇപ്പം പിന്നെ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കാം. പിന്നെ കടലക്കറിയൊക്കെ പലരും പല രീതിയിൽ ഉണ്ടാക്കും. ഇന്നിപ്പോൾ ഞാൻ തേങ്ങ അരക്കാത്ത കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുക്കർ ഇത് അവിടെ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് 4 വിസിലും അടുപ്പിക്കും, ലോ ഫ്ലെയിമിലിട്ടിട്ട് 2 വിസിലും അടുപ്പിക്കും. അങ്ങനെയാണ് കേട്ടോ ഞാൻ കടല വേവിച്ചെടുക്കൽ. അപ്പോൾ ഞാൻ പറഞ്ഞ വിസിലൊക്കെ ആയിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിലിട്ട് 4 വിസിലും അടുപ്പിച്ചു, പിന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് 2 വിസിലും അടുപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ അത് അടുപ്പത്തു നിന്ന് വാങ്ങി വെച്ചു. ഇനിയിപ്പോൾ ഞാൻ ചെറിയൊരു സവാള അവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ടേനി. അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും തക്കാളി അരിഞ്ഞതും കറിവേപ്പിൻ്റെ ഇല അരിഞ്ഞതൊക്കെ റെഡിയാക്കിയിട്ടുണ്ടേനി. പിന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചല്ലോ അത് ചേർത്ത് കൊടുത്തു ആദ്യം. പിന്നെ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഉപ്പൊക്കെ ഇട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് ചിക്കൻ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂൺ ചിക്കൻ മസാല ചേർത്തിട്ടുണ്ട്. ചിക്കൻ മസാല ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കടലക്കറിക്ക്. പിന്നെ തക്കാളി അതിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുത്ത് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചാൽ തക്കാളി കുടഞ്ഞു വന്നപ്പം നമ്മൾ കടല വേവിച്ച് വെച്ചിനല്ലോ അത് ആ വെള്ളത്തോട് കൂടിയിട്ട് തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. പിന്നെ കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എത്ര ഉള്ളൂ കേട്ടോ കടലക്കറി. അങ്ങനെ അത് വന്ന് പിന്നെ അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചിട്ട് പിന്നെ ഞാനിത് അവിടെ ചപ്പാത്തി പിന്നെ ചുട്ടെടുക്കുന്നുണ്ട്. ഇതിങ്ങനെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ അട രൂപത്തിലാക്കിയിട്ട് പിന്നെ എന്താ പറയുക പൊറോട്ടൻ്റെ ഒക്കെ ആ ഒരു രീതിയിലാക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാട്ടോ, എണ്ണയൊക്കെ കൂട്ടിയിട്ട്. അപ്പോൾ നമ്മളെ കടലക്കറി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അതേപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ടു. പിന്നെ നമ്മളിപ്പോൾ ഈ കടലക്കറി ഉണ്ടാക്കിയ ഈ ഒരു പാൻ ഉണ്ടല്ലോ, ഇത് നമുക്ക് ദൈന്ദസ്വാലി എന്ന് പറഞ്ഞിട്ടുള്ള ഓൺലൈൻ ഷോപ്പിൽ നിന്ന് അയച്ചു തന്നതേന് കേട്ടോ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ അതിൻ്റെ റിവ്യൂ ഒക്കെ ചെയ്തതാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ 3 പാന് വേറെ ഉണ്ടായിരുന്നു. അങ്ങനെ മൊത്തം 4 പാനായിട്ടാണ് കേട്ടോ വന്നിരുന്നത്. പിന്നെ ഇതൊരു കടായി, പിന്നെ നമുക്ക് ദോശ ചൂടാൻ പറ്റിയിട്ടുള്ള ഒരു പാന്, അങ്ങനെ 2 എണ്ണം വേറെ ഉണ്ടായിന്. ഇരുമ്പിൻ്റെതാണ് കേട്ടത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വാങ്ങിച്ചോളണ്ടി. നല്ല പാനാണ് കേട്ടോ, നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല പാനാണ്. നമുക്ക് വിറകടുപ്പിൽ വേണമെങ്കിൽ വിറകടുപ്പിൽ യൂസ് ചെയ്യുക, ഗ്യാസുമ്മ യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യുക, അതേപോലെ കറണ്ട് അടുപ്പുമ്മലും യൂസ് ചെയ്യുക. നല്ല ക്വാളിറ്റി ഉള്ള നല്ല പാത്രങ്ങളാണ്. അപ്പോൾ നിങ്ങളിത് വാങ്ങിക്കുമ്പം റസീന എന്നുള്ള കൂപ്പൺ കോഡ് ഉപയോഗിച്ചിട്ട് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 12% ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ ഞാൻ സ്ക്രീനിൽ കൊടുക്കട്ടെ നമ്മളെ കൂപ്പൺ കോഡ്. അതേപോലെ തന്നെ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുക. ആവശ്യമുള്ളവർ ധൈര്യമായിട്ട് വാങ്ങിച്ചോളണ്ട്. ഒരുപാട് കാലം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കാലം ഉപയോഗിച്ച് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ ആ തേപ്പും കാര്യങ്ങളൊക്കെ പോകുമല്ലോ. അത് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളത് ഉപയോഗിക്കുന്നത് നല്ലതല്ല. ഇരുമ്പിൻ്റെ പാനുകൾ അങ്ങനെയല്ല, നമ്മൾ ഉപയോഗിക്കുന്നിടത്തോളം ഉഷാറായി വരികയേ ചെയ്യുള്ളൂ അല്ലേ. അപ്പോൾ ഇതാ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ അടുപ്പൊക്കെ കത്തിച്ചിട്ട് പിന്നെ ചോറ് വെക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ നാടൻ ചോറും കൂട്ടാനാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് കറികളൊക്കെ ഉണ്ടാക്കണമൊക്കെ നോക്കാം. അപ്പം നമ്മൾ വെള്ളരിക്ക കറിയാണ് ഉണ്ടാക്കുന്നത്. അതേപോലെ തന്നെ ഉപ്പേരി ഉണ്ടാക്കുന്നത് കൊത്തമര ഉണ്ടല്ലോ അത് വെച്ചിട്ടൊരു ഉപ്പേരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ പച്ചക്കറികളൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി വെള്ളരിക്ക കട്ട് ചെയ്തിട്ട് ഇതുമ്പോൾ 1 പീസ് നമ്മൾ കറി വെക്കാൻ എടുക്കണുള്ളൂ കേട്ടോ. 1 പീസ് മതി നമുക്ക്.
ഇനി അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കട്ടെ. പിന്നെ വെള്ളരിക്കൻ്റെ തൊലി കളയേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ചില ആൾക്കാർ ഇതേപോലെ തൊലി കളയാതെ അങ്ങനെ തന്നെ കട്ട് ചെയ്തിട്ട് കറി വെക്കും. അപ്പോൾ ഞാൻ ഇപ്പോൾ തൊലിയൊക്കെ കളഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ കട്ട് ചെയ്യണത്. ഇനി ഇങ്ങനെ ചെറിയ പീസാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ വെള്ളരിക്ക തൊലിയൊക്കെ കളഞ്ഞ് പിന്നെ കഴുകി ചെറിയ പീസാക്കിയിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു കഷ്ണം സവാളയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. 3 പച്ചമുളക് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിൻ്റെ ഇല എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മൺചട്ടിയിലാണ് കേട്ടോ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ മൺചട്ടിക്ക് ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവിനിപ്പോൾ ഞാൻ പച്ചമുളകാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ എരിവ് അങ്ങനത്തെ എരിവ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടി, പിന്നെ ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം. ഇനി നമുക്ക് അപ്പുറത്ത് അടുപ്പ് കത്തിച്ചിട്ട് അവിടെ കൊണ്ടുപോയിട്ട് ഇത് വേവിക്കാം. നമ്മൾ നല്ല വേവുള്ള അരിയാണ് കേട്ടോ ചോറിന് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ചോറ് വെന്ത് വരുമ്പോഴത്തേന് കുറേ സമയമാവും. അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാനും പിന്നെ ഉപ്പേരി ഉണ്ടാക്കാനൊക്കെ നേരം വൈകും. അപ്പോൾ രണ്ടടുപ്പ് കത്തിച്ചാൽ പിന്നെ പെട്ടെന്നുണ്ടല്ലോ. നമ്മളിപ്പോൾ ചോറ് വെക്കാൻ വെച്ച വെള്ളമൊക്കെ തിളക്കാനായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അപ്പുറത്ത് അടുപ്പ് കത്തിച്ച് ആ ഒരടുപ്പിൽ നമ്മളെ കറി അടുപ്പത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. പിന്നെ ചോറിനുള്ള അരി ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇട്ട് കൊടുക്കട്ടെ. റേഷൻ അരി ആകുമ്പോൾ പിന്നെ പെട്ടെന്ന് വേവുമല്ലോ. അപ്പോൾ പിന്നെ രണ്ടടുപ്പൊന്നും കത്തിക്കേണ്ട ആവശ്യമില്ല. പിന്നെ 2 തിള തിളച്ച് കഴിഞ്ഞാൽ ചോറ് ഊറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ പിന്നെ ആ ഒരു അടുപ്പിൽ തന്നെ നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഇത് വേവുള്ള അരി ആയതുകൊണ്ട് പിന്നെ അതിന് കാത്തിക്കാനാവില്ല വിചാരിച്ചിട്ട് അപ്പുറത്തെ അടുപ്പിൽ വെച്ചതാട്ടോ കറി. അങ്ങനെ അരിയൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ ഇതാ ഞാൻ പയറൊന്ന് പിന്നെ വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് ആദ്യം. പച്ചക്കറികളൊക്കെ നമ്മൾ അരിണീൻ്റെ മുന്നേ കുറച്ച് ഉപ്പും വെള്ളത്തിൽ ഉപ്പോ സുർക്കയൊക്കെ ഇട്ടാണ്ട് കുറച്ച് നേരം വെക്കണത് നല്ലതാണ്. എന്നാൽ പിന്നെ അതിമുള്ള ആ ഒരു വിഷം കാര്യങ്ങളൊക്കെ പോകുമല്ലോ. അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഞാൻ കുറച്ച് നേരം അങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടേനി. പിന്നെ വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് അതിൻ്റെ ആ 2 തലയും കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇതാ അതേപോലെ കട്ടിംഗ് ബോർഡും വെച്ച് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിത് അതിലേക്ക് പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ അപ്പോൾ പച്ചമുളക് 2 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ തേങ്ങയും പച്ചമുളകൊക്കെ ചതച്ചിട്ട് ചേർക്കുകയാണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇത് അരിഞ്ഞാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ചെറിയൊരു കഷ്ണം സവാളയും അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങ ചിരവിയതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേഗം ഉപ്പേരി ഉണ്ടാക്കാം. ഉപ്പേരി നമുക്ക് ഗ്യാസും ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ വേഗം ആയിക്കോളും. പിന്നെ ഈ ഒരു പാൻ ഉണ്ടല്ലോ, അപ്പോൾ ഞാൻ ഇപ്പോൾ ഗ്യാസുമ്മ വെച്ചെടുത്ത ഈ ഒരു പാന് ഇതും നമുക്ക് ഇൻഡസ്വാലിൽ നിന്ന് അയച്ചു തന്നേന് കേട്ടോ. ഞാൻ നേരത്തെ കാണിച്ചില്ലേ, ആ ഒരു ചട്ടീൻ്റെ കൂട്ടത്തിൽ തന്നെ കിട്ടിയതാണ് കേട്ടോ ഈ ഒരു ചട്ടി. ഒക്കെ നല്ല പാത്രങ്ങളാണ് കേട്ടോ. പിന്നെ നമ്മൾ ഗ്യാസുമ്മ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചൂടാവും ചെയ്യും. ഗ്യാസും നല്ലോണം നമുക്ക് ലാഭിക്കാം. അപ്പോൾ നമ്മൾ പാനൊക്കെ ചൂടായപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കടുക് പൊട്ടിച്ചെടുത്തിട്ടുണ്ടേനി. പിന്നെ നമ്മൾ ഉപ്പേരിൻ്റെ ആ ഒരു മിക്സൊക്കെ ചേർത്ത് കൊടുത്തു. പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇളക്കി കൊടുത്തു. ഇനി നമുക്കിവിടെ അടച്ച് വെച്ചിട്ട് ചെറിയ തീയിലിട്ടിട്ട് വേവിച്ചെടുക്കാം. പിന്നെ ഇതിന് കുറച്ച് വേവുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടേനി. അത് വീഡിയോയിൽ കണ്ടിട്ടില്ല. അപ്പോൾ ആ ഒരു സമയപ്പോഴത്തേന് നമ്മളെ മീൻകാരൻ വന്നിട്ടുണ്ടേനി. അങ്ങനെ പിന്നെ ഒരു മീനൊക്കെ പോയി വാങ്ങിച്ചു. ഒരു ചൂരയാണ് കേട്ടോ വാങ്ങിച്ചത്. നമ്മളവിടെയൊക്കെ സൂത എന്നൊക്കെയാണ് കേട്ടോ പറയൽ. അപ്പോൾ അതൊന്നും പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയില്ല. ചില കൂട്ടുകാരൊക്കെ പറയും സൂത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താ മീനെന്ന് ചോദിക്കും. അപ്പോൾ അറിയാത്ത ആൾക്കാരും ഉണ്ടാവും. ചൂര എന്ന് പറഞ്ഞാൽ പിന്നെ ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയാലല്ലേ. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ചൂര എന്ന് പറഞ്ഞതാണ്. അങ്ങനെ മീനൊക്കെ വാങ്ങിച്ചു. ഇനിയിപ്പോൾ നമുക്ക് മീൻ പൊരിക്കണം. അപ്പോൾ കറി നോക്കിയപ്പോൾ കറി വന്നിട്ടുണ്ടേനി. അപ്പോൾ അതിക്ക് തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടേനി. അപ്പോൾ അത് അതിക്ക് ഒഴിച്ചു കൊടുത്തു. തേങ്ങ അരച്ചപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ 2 ചെറിയ ഉള്ളിയും കൂടെ കൂട്ടി അരച്ചിട്ടുണ്ടേനി. അതേപോലെ തന്നെ 2 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ടേനി കേട്ടോ. അത് വീഡിയോയിൽ കാണിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ തേങ്ങ അരച്ചതൊക്കെ കറിക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി അത് തിളച്ച് വരട്ടെ. എന്നിട്ട് അടുപ്പത്തുനിന്ന് വാങ്ങി വെക്കുക. പിന്നെ ഇതാ മീൻ പിന്നെ ഇതിൽ പൊരിക്കാനുള്ളത് നോക്കിയിട്ട് കുറച്ച് നല്ല പീസൊക്കെ നോക്കിയിട്ട് പൊരിക്കാൻ എടുക്കുന്നുണ്ട്. ബാക്കിയുള്ളത് നാളെ കറി വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ നമ്മൾ ഫ്രിഡ്ജിൽ മീനൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ ഇതേപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ 2 ദിവസമോ 3 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് എടുക്കുകയാണെങ്കിലും നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും കേട്ടോ. നമുക്ക് 2 ദിവസം 3 ദിവസം അല്ല, കുറേ ദിവസം നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കും. അപ്പോൾ ചില ആൾക്കാരൊക്കെ ചെയ്യുന്ന ടിപ്പ് തന്നെ ഇക്കാരം. പിന്നെ അതാ നമ്മളെ ചോറൊക്കെ വന്നിട്ടുണ്ടേനി. അപ്പോൾ ഞാൻ മീനിൽ ഉപ്പും മുളകൊക്കെ തേച്ച് വെച്ചേനി കേട്ടോ. അപ്പോൾ ഇനി അതൊന്ന് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ച് ഇവിടെ ഇതാ നമ്മളെ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഉപ്പേരി ഉണ്ടാക്കിയ ആ ഒരു ചട്ടിയിൽ തന്നെയാണ് കേട്ടോ മീനും പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ ചോറ് വന്നാണ്ട് ചോറ് ഞാൻ ഇവിടെ ഊറ്റണുണ്ട് അതിൻ്റെ ഇടയിൽ.
അപ്പോൾ നമുക്കിപ്പോൾ ചോറായി, അതേപോലെ കറിയായി, ഉപ്പേരിയായി, പിന്നെ മീൻ വറുത്തതുമായി. ഇനിയിപ്പോൾ നമുക്കൊരു ചമ്മന്തിൻ്റെ കുറവും കൂടി ഉണ്ട്. അപ്പോൾ ഞാൻ മാങ്ങ ഉണ്ടായിരുന്നു ഇവിടെ, അതിട്ടിട്ട് ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ മീൻ തിരിച്ചിടാതെ ഇവിടുന്ന് പോയാൽ ചിലപ്പോൾ അടി പിടിക്കും. അപ്പോൾ മീനൊക്കെ തിരിച്ചിട്ട് കൊടുത്ത് തീയൊക്കെ ഒന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചോറ് ഊറ്റലൊക്കെ കഴിഞ്ഞ് അത് അകത്തേക്കൊക്കെ കൊണ്ടുവന്ന് വെച്ച് പിന്നെ അതാ ഞാൻ മാങ്ങ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു മാങ്ങ എടുത്തിട്ടുള്ളൂ. പിന്നെ മാങ്ങ ചമ്മന്തിയും പലരും പല രീതിയിൽ ഉണ്ടാക്കും. ഞാനും പല രീതിയിലും ഉണ്ടാക്കലുണ്ട്. ഇന്നിപ്പോൾ തേങ്ങയും മാങ്ങയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ചമ്മന്തി ഉണ്ടാക്കുന്നത്. അപ്പോൾ മാങ്ങയൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് പാത്രത്തേക്കൊക്കെ ആക്കി പിന്നെ നമ്മളെ മീൻ ഞാൻ പാത്രത്തേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ഇവിടെ അടുപ്പത്ത് തന്നെ നിന്നാൽ കരിയും. പിന്നെ ഈ ഒരു അടുപ്പിൽ ഇനി നമുക്ക് ഒരു കല ഉണ്ട് കേട്ടോ, ഒരു മൺകല ഉണ്ട് നമുക്ക് മയക്കിയെടുക്കാൻ. അപ്പോൾ അതൊന്ന് പിന്നെ അടുപ്പത്ത് വെക്കും വേണം. ഇത് ഞാൻ നാളെ വീട്ടിലേക്ക് പോയപ്പോൾ വീട്ടിൽ നിന്ന് വാങ്ങിയതേന് കേട്ടോ. ഇങ്ങനെ തലയിൽ ഏറ്റി കൊണ്ടുവരുമല്ലോ മൺകലമൊക്കെ, അങ്ങനെ ഒരു ചേച്ചി കൊണ്ടുവരലുണ്ടായില്ലേ, അപ്പോൾ അതിൻ്റെ അടുത്തുനിന്ന് വാങ്ങിയതാട്ടോ നമുക്ക് ചോറ് വെക്കാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ ചോറ് വെക്കുന്ന കാലം കുറച്ച് ചെറുതാണെങ്കിൽ 3 ഗ്ലാസ് അരിയാണ് ഞാൻ ഇടൽ. അപ്പോൾ നല്ലോണം വെള്ളമൊഴിച്ച് പിന്നെ ഊറ്റിയെടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ കുറച്ച് വലിയൊരു കാലം കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ. പിന്നെ ഞാൻ മൺകലം മയക്കിയെടുക്കൽ ഇതേപോലെയാണ് കേട്ടോ. കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കും. കഞ്ഞിവെള്ളം എത്രയാണോ നമ്മുടെ അടുത്തുള്ളത് അത് ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് പിന്നെ ഇത് നിറയെ പിന്നെ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കും. കഞ്ഞിവെള്ളം തന്നെ ഉണ്ടെങ്കിൽ അങ്ങനെ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ഇപ്പോൾ കഞ്ഞിവെള്ളം ഇല്ലെങ്കിൽ പച്ചവെള്ളം ഒഴിച്ചു കൊടുത്താലും മതി. ഇതേപോലെ നിറയെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് തീ നല്ലോണം കത്തിച്ച് കൊടുക്കുക. എന്നിട്ട് ആ കാലം അടച്ചു വെക്കുക ഒരു പാത്രം കൊണ്ട്. പിന്നെ ഞങ്ങൾ ഇവിടുത്തെ അമ്മയൊക്കെ മൺകലം മയക്കുമ്പോൾ ഇതേപോലെ ഇങ്ങനെ അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ നേരത്തോട് നേരാകുമ്പോഴേ ആ വെള്ളം ഇന്ന് കളയുള്ളൂ. ഇപ്പം ഇന്നിപ്പോൾ നമ്മൾ ഉച്ചക്കാണിത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നാളെ ഉച്ചയ്ക്ക് ആ വെള്ളം കളഞ്ഞിട്ട് അത് കഴുകിയെടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം. ഞാൻ മയക്കിയെടുക്കുമ്പോൾ കാണിക്കട്ടോ. ഞാൻ ഇപ്പോൾ വെള്ളം വെച്ചിട്ടുണ്ട്, തീയും കത്തിച്ച് കൊടുത്തിട്ടുണ്ട്, അങ്ങനെ അത് അവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി നാളത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മളെ മാങ്ങാ ചമ്മന്തിയും അരച്ചെടുത്തു. പിന്നെ മിക്സിൻ്റെ ചെറിയ ജാറ് കേടാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ, അപ്പോൾ വലിയ ജാറിലിട്ടിട്ടാണ് കേട്ടോ അരച്ചെടുത്തത്. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ അരയാനൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമൊന്നുമില്ല, ചമ്മന്തി അല്ലേ. അങ്ങനെ ചമ്മന്തിയൊക്കെ അരച്ചെടുത്തു. പിന്നെ കറി ഉണ്ടായിനും തൂമിക്കാൻ, അങ്ങനെ കറിയും തൂമിച്ചു. അപ്പോൾ നമ്മൾ നാടൻ ചോറും കൂട്ടാനൊക്കെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മണ്ണിൻ്റെ ഒരു പാത്രത്തിൽ തന്നെയാണ് കേട്ടോ ചോറ് വിളമ്പിയിട്ടുള്ളത്. നാടൻ ചോറും കൂട്ടാനാകുമ്പോൾ മണ്ണിൻ്റെ പാത്രത്തിൽ തന്നെ വിളമ്പാന്ന് വിചാരിച്ച് അങ്ങനെ പിന്നെ അതൊക്കെ വിളമ്പി. പിന്നെ ഇതാ കറി ചെറിയ ബൗളിൽ വിളമ്പിയിട്ടുണ്ട്. ഇത് മണ്ണിൻ്റെ പാത്രങ്ങൾ തന്നെയാണ് കേട്ടോ ഒക്കെ. പിന്നെ നമ്മളെ കൊത്തമര ഉപ്പേരിയും ഒരു പാത്രത്തിലെടുത്തിട്ടുണ്ട്. പിന്നെ മീൻ വറുത്തതും ഒരു പാത്രത്തിലെടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ നമ്മളെ മാങ്ങാ ചമ്മന്തി ഒരു പാത്രത്തിലെടുത്തിട്ടുണ്ട്. ഈ ഒരു മാങ്ങാ ചമ്മന്തി മാത്രം മതിയിട്ട് നമുക്ക് ചോറ് വയ്ക്കാൻ, വേറെ ഒന്നും വേണമെന്നില്ല. പിന്നെ ഞാൻ കുറച്ച് മോരും ഉണ്ടാക്കിയിട്ടുണ്ടേന്. പിന്നെ കറിവേപ്പിൻ്റെ ഇലയും അതേപോലെ തന്നെ പിന്നെ പച്ചമുളകൊക്കെ അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് മോരും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാ അടിപൊളിയായിട്ടുള്ള ഊണാണ് കേട്ടോ. പിന്നെ ഒരു പപ്പടത്തിൻ്റെ കുറവും കൂടി ഉണ്ടായിനി. അപ്പോൾ നോമ്പും പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് ഇതേപോലെ നാടൻ ചോറും കൂട്ടാനൊക്കെ കഴിക്കാനൊരു പൂതിട്ടോ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയതാണ് ഞാൻ. അപ്പോൾ നിങ്ങൾക്ക് നമ്മളെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ വീഡിയോ നിങ്ങളെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്കെങ്കിലുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.